യുകെയിലെ മലയാളി പെൺകുട്ടികളിൽ ചിലർ അവരുടെ അതിമനോഹരമായ ഫോട്ടോസൊക്കെ ഇട്ട് ഫ്രണ്ട് റിക്വസ്റ്റുമായി വരും. യഥാർത്ഥത്തിൽ ഇതൊരു ട്രേഡിംഗ് ആപ്പ് വലയാണ്. ഇങ്ങനെ ഏതാനും ചില പെൺകുട്ടികൾ വല വിരിച്ച് ഇരിക്കുന്നുണ്ട്. അവർ മുതിർന്ന പുരുഷന്മാർക്കാണ് പ്രത്യേകിച്ച് ഫ്രണ്ട് റിക്വസ്റ്റുകൾ അയക്കുക. അങ്ങനെ ചങ്ങാത്തം കൂട്ടും. 50 വയസ്സിന് മുകളിലുള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് കൂടുതലായും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം പെൻഷൻ പറ്റി വീട്ടിലൊക്കെ ഇരിക്കുന്നവർ, ഏകാന്തമായ മനസ്സുള്ളവർ ഒക്കെ ആയിരിക്കും പലപ്പോഴും കേരളത്തിലെ ഇത്തരം പുരുഷന്മാർ. അവർ വളരെ പെട്ടെന്ന് തന്നെ ഇവരുമായി ചങ്ങാത്തം കൂടും. പിന്നെ വലിയ സ്നേഹം ഭാവിക്കും. നിരന്തരം മെസ്സേജ്, മറുപടികൾ, അങ്ങനെ അത് പോകും. ഇടയ്ക്ക് പേരിന് ചില വിളികളും നടത്തും. ആദ്യം തന്നെ വിളിച്ച് പരിചയപ്പെടും. 1 മിനിറ്റോ 2 മിനിറ്റോ സംസാരിക്കും. പിന്നെയാണ് പതുക്കെ പതുക്കെ ഇവർ വല വിരിച്ചു തുടങ്ങുന്നത്. ട്രേഡിംഗ് ആപ്പിൻ്റെ കെണിയിലേക്ക് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇത്തരം പുരുഷന്മാരെ അവർ പറയുക, എൻ്റെ സഹോദരൻ ഇവിടെ ട്രേഡിംഗ് ആപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പണമുണ്ടാക്കി, ഇവിടെ ഫ്ലാറ്റ് സ്വന്തമാക്കി, വീട് സ്വന്തമാക്കി, അങ്ങനെ ഞങ്ങളിനി ദുബായിൽ അദ്ദേഹം ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞു, ഇനി മറ്റ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നു, എല്ലാം പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ ചേട്ടനെയും നമുക്ക് ട്രെയിനിങ് പഠിപ്പിക്കാൻ കഴിയും. ആദ്യം സാറെന്ന് വിളിക്കും, പിന്നെ ചേട്ടാ എന്ന് വിളിച്ച് സ്വന്തം ആളെ പോലെ ആയി മാറുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ചിലപ്പോൾ ഈ പെൺകുട്ടിയും അവളുടെ സഹോദരൻ എന്ന് പറയുന്ന ആളും മാത്രമുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. എന്നിട്ട് ട്രേഡിംഗ് ബിസിനസ്സിൽ അവിടെയും ഇവിടെയുമൊക്കെ പണമിടാൻ പറയും. 6000 ഇടും, പിന്നെ 10000 ഇടും, പിന്നെ 25000 ഇടും. അപ്പോഴൊക്കെ നല്ല നല്ല ലാഭം ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു 25 ലക്ഷം ഇടാൻ പറയും. അതോടുകൂടി ആ കഥ കഴിഞ്ഞു. അയ്യോ, എൻ്റെ 25 ലക്ഷം പോയേ എന്ന് ചോദിച്ച് പെൺകുട്ടിയുടെ അടുത്ത് ചെന്നാൽ അവൾ പറയും, അത് പിന്നെ ട്രേഡിംഗ് ആകുമ്പോൾ ചില പൈസയൊക്കെ പോയെന്നിരിക്കും. നിങ്ങൾക്കറിയില്ലേ, ഇത് നിങ്ങളുടെ നാട്ടിൽ കേരളത്തിലെ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങുന്ന പോലെയല്ല ട്രേഡിംഗ്. അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതിൽ ചിലപ്പോൾ പണം പോയെന്ന് വരും. നേരത്തെയൊക്കെ കിട്ടിയില്ലേ. പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവൾ അയാളെ ബ്ലോക്ക് ചെയ്തു പോകും. കേരളത്തിൽ ഉള്ളവരും അതുപോലെ തന്നെ യുകെയിലുള്ള മലയാളി സംഘടനകളും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നാണ് പറയാനുള്ളത്. കരുതിയിരിക്കുക, സൂക്ഷിക്കുക ഈ പെൺ കൊള്ളക്കാരികളെ.